എൻ സുരേഷ് ബാബു മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പി കെ ശശിയുടെ മനോവിഭ്രാന്തിക്ക് താൻ മറുപടി പറയേണ്ടതുണ്ടോ എന്നതാണ് എൻ സുരേഷ് ബാബു ചോദിക്കുന്നത്. തന്നെക്കുറിച്ച് ചിറ്റൂരിൽ അന്വേഷിക്കുക, എല്ലാം അറിയാൻ പറ്റും. അതുപോലെ തന്നെ പി കെ ശശിയെക്കുറിച്ച് മണ്ണാർക്കാട് പോയി അന്വേഷിച്ചാൽ മാധ്യമങ്ങൾക്കെല്ലാം വ്യക്തമാകും എന്നതാണ് പറയുന്നത്. ശശി ഒന്നിനും പറ്റാത്ത ഒരാളാണ് എന്ന് പറയുന്നു. അധിക്ഷേപകരമായി തന്നെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചത്. തങ്ങളുടെ നേതാക്കളുടെ അടുക്കളയിൽ പണിയെടുത്തവർ എവിടെ സ്ഥാനാർത്ഥിയായാൽ എന്താണ് എന്ന് എൻ സുരേഷ് ബാബു ചോദിക്കുകയാണ്. പി കെ ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് CPM പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു. നേരത്തെ തന്നെ പി കെ ശശി ഇതിനോട് പ്രതികരിച്ചിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെ എന്നതായിരുന്നു വിമത കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് പി കെ ശശി പറഞ്ഞത്. എന്തായാലും പി കെ ശശി പാർട്ടിക്ക് പുറത്തായിരിക്കുകയാണ്. പി കെ ശശിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് എൻ സുരേഷ് ബാബു രംഗത്ത് വരുന്നു. ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നു. ഓക്കെ, CV അനുമോദും VV അരുണും വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം അനുമോദിലേക്ക് പോവുകയാണ്. അനുമോദ്, പി കെ ശശിയെ CPMന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. വിമത കൺവെൻഷനിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് പുറത്താക്കൽ വരുന്നത്. എൻ സുരേഷ് ബാബു ആ കൺവെൻഷനിൽ പി കെ ശശി പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയും നൽകിയിരിക്കുന്നു. തങ്ങളുടെ പാർട്ടി നേതാക്കളുടെ അടുക്കളയിൽ പണിയെടുത്തവർ എവിടെ മത്സരിച്ചാൽ എന്ത് സംഭവിക്കാൻ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. മാത്രവുമല്ല, ഈ രീതിയിലുള്ള വിഭ്രാന്തി ഉള്ളവർക്ക് മറുപടി പറയാൻ താനില്ല എന്നുകൂടി എൻ സുരേഷ് ബാബു പറഞ്ഞിരിക്കുകയാണ്. ഇനി പി കെ ശശിയുടെ പോക്ക് എങ്ങോട്ടാണ്? ഇന്ന് കൺവെൻഷനിൽ പി കെ ശശി സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് പി കെ ശശിയുടെ ഇനിയുള്ള ലക്ഷ്യങ്ങൾ? രേണുക, പി കെ ശശി തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലൊരു കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചിരുന്നു. നേരത്തെ തന്നെ പലവട്ടം അദ്ദേഹത്തിന് നടപടി സാധ്യത ഉണ്ടായിരുന്നെങ്കിലും അന്നൊന്നും പാർട്ടി നടപടി എടുത്തിരുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ കൺവെൻഷനിലെ പ്രസംഗത്തിന് ശേഷം, അതായത് നിലവിലെ ജില്ലാ സെക്രട്ടറിയെ തുറന്നടിച്ചുകൊണ്ടുള്ള അധിക്ഷേപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം മണിക്കൂർ എന്ന് പറയാൻ കഴിയും, നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നു. അദ്ദേഹം പുറത്താക്കിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അദ്ദേഹം അല്പസമയം പ്രതികരിച്ചത് ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് എന്ന് തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. ജനങ്ങൾക്കൊപ്പം തുടരും. UDFന്റെ ഭാഗമാകുമോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ പറയാനാകില്ല. പക്ഷേ ജനങ്ങൾക്കൊപ്പം തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ആ ജില്ലയിലെ പാർട്ടി ചില മാഫിയകളുടെ കയ്യിലാണ്. അവരാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിക്കെതിരെ വലിയ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. സ്പിരിറ്റ് കച്ചവടക്കാരൻ എന്ന പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതിൽ താൻ ഖേദിക്കുന്നു, താൻ പശ്ചാത്തലപ്പിക്കുന്നു, താൻ ചെയ്തൊരു തെറ്റാണതെന്ന് പറഞ്ഞ അദ്ദേഹം എൻ സുരേഷ് ബാബുവിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് നടത്തിയത്. എന്നാണെങ്കിലും അതിന് നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനുള്ള തീരുമാനം വരുന്നു. അതിനോട് പ്രതികരിച്ചത് ഇത് തീരുമാനിച്ചത് തന്നെയാണ്, അത് ജനങ്ങൾക്കൊപ്പം തുടരും. സുരേഷ് ബാബു എന്നെ പറ്റി എൻ്റെ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം എന്ന ഒരു മറുപടി കൂടിയാണ് അദ്ദേഹം ഈ വിമർശനങ്ങൾക്കായി നൽകിയിട്ടുള്ളത്. എന്നാണെങ്കിലും അദ്ദേഹം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ ജില്ലയിലെ ഇടതുപക്ഷത്തിലുള്ളവരുടെ വിമത ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ പി കെ ശശി ഉള്ളത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ UDFുമായി ഐക്യപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയും തീരുമാനമെടുക്കുകയും UDFന്റെ സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്നത് ഏറെക്കുറെ ഉറപ്പിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഞാൻ അനുമോദിലേക്ക് തിരിച്ചെത്താം.